നമ്മുടെ നാട്ടിലെ റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോകാറുണ്ട്. പക്ഷേ ആ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നതിന് മുഖ്യ കാരണങ്ങളിലൊരു കാരണം നമ്മളീ കാണുന്ന പോലെ ടൺ കണക്കിന് ഭാരം ചുമന്നുകൊണ്ട് വരുന്നിട്ടുള്ള ടോർസോ ട്രക്കുകളാണ്. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ടയറുകളും അത് വഹിച്ചുകൊണ്ട് പോകുന്ന ലോഡും ആ വാഹനത്തിൻ്റെ ഭാരവും നമ്മുടെ റോഡിൻ്റെ ബലവുമായിട്ടൊക്കെ നമ്മൾ തുലനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ടോർസോ പോലത്തെ ട്രക്കുകൾക്ക് പോകാൻ പാകത്തിനുള്ള രീതിയിലല്ല നമ്മുടെ റോഡുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, റോഡിൻ്റെ പണി തട്ടിക്കൂട്ട് പണിയാണ്. ടാറ് തന്നെ വേണ്ടവണ്ണം ഇടുന്നില്ല, അതിനുള്ളിൽ ബേബി മെറ്റൽ വേണ്ടവണ്ണം ഇടുന്നില്ല. അത് ശാസ്ത്രീയമായ രീതിയിലൊന്നും പണിയുന്നില്ല. അത് പണിയുന്നെന്ന് വെറുതെ പറയുകയാണ്. കാരണം എല്ലാ വർഷവും പൊട്ടിപ്പൊളിയാൻ വേണ്ടി മാത്രമാണ് പണിയുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട് എല്ലാ വേനൽക്കാലങ്ങളും നമ്മുടെ സർക്കാർ അത് പണിയും. മഴക്കാലത്ത് അതങ്ങ് പൊട്ടിപ്പൊളിഞ്ഞു പോകും. അങ്ങനെ ഒരു തട്ടിക്കൂട്ട് പണിയാണ് ഉള്ളത്. അപ്പോൾ എല്ലാ വർഷവും സ്ഥിരമായി അവർക്ക് പണിയും കിട്ടും, അതിലൂടെ കുറേ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടക്കുകയും ചെയ്യും. ഈ ടോർസോ പോലത്തെ വണ്ടികൾ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ റോഡിന് നല്ല ബലം വേണം, നല്ല കട്ടി വേണം. കാരണം 10 ടൺ 20 ടൺ 30 ടണ്ണിനൊക്കെ മുകളിലാണ് ടോർസോൻ്റെ ട്രക്കിൻ്റെ തന്നെ ഭാരം. അത് കൊണ്ടുപോകുന്ന ലോഡ് തന്നെ അത്രയും വലിയ ലോഡാണ്. അപ്പോൾ അതൊരു 10 പ്രാവശ്യം ഇങ്ങനെ ആ വഴിയിലൂടെ പോയി കഴിഞ്ഞ് അതിൻ്റെ കുണ്ടിലും കുഴിയിലുമൊക്കെ അതിൻ്റെ ടയറുകൾ 10 പ്രാവശ്യം കയറി ഇറങ്ങി പോയി കഴിഞ്ഞാൽ ടയറിനൊന്നും സംഭവിക്കില്ല, വണ്ടിക്കൊന്നും സംഭവിക്കില്ല. കാരണം അത്രയും ബലമുള്ള വണ്ടിയാണ്. പക്ഷേ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു പോകും. കേരളത്തിൽ എവിടെയൊക്കെയാണ് ടോർസോ കടന്നു പോയിട്ടുള്ളത് അവിടെ എല്ലാം ഇതുപോലുള്ള ഗർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ട്, വിള്ളൽ വന്നിട്ടുണ്ട്. കാരണം അതിനെ പ്രതിരോധിക്കാൻ തക്കവണ്ണമുള്ള ഒരു റോഡല്ല നിർമ്മിക്കുന്നത്. അത് പോരാതെ തന്നെ കോരിച്ചൊരിയുന്ന മഴയും പ്രളയക്കെടുതികളും റോഡിൻ്റെ ഉള്ളിൽ നിന്നുള്ള പൊട്ടലും ചീറ്റലും ഒരുപാട് വിഷയങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ടോർസോവിനെ പോകാതിരിക്കാൻ പറ്റില്ല. കാരണം ടോർസോകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ചരക്കുകൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കേരളത്തിൽ എല്ലായിടത്തും എത്തുന്നത്. പക്ഷേ അതിന് പാകം ഉള്ള റോഡുകൾ നിർമ്മിക്കേണ്ടത് ആവശ്യമാണ്. പ്രകാരം അല്ലാത്തത് കൊണ്ടാണ് ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നത്.